പ്രീമിയം മൽച്ചന്തേരി ഫാബ്രിക്കിൽ കുറച്ചും കൂടെ പ്രീമിയം പാർട്ടി വെയർ സ്റ്റൈലിൽ വെറുതെ ഒരു സെറ്റാണ് നമ്മൾ കാണാൻ പോവാ. ഇതുണ്ടല്ലേ, നല്ല ഹെവി ആയിട്ടുള്ള ആപ്ലിക് ആണ് ഇതിൽ ചെയ്തേക്കുന്നത്. ടോപ്പിൽ മാത്രമല്ല അതിൻ്റെ ദുപ്പട്ടയിലും ഹെവി ആപ്ലിക്ക് വന്നേക്കുന്ന വളരെ പ്രീമിയം ആയിട്ടുള്ള കളക്ഷനാണ്. അതിനൊന്നും ഒത്തിരി സ്റ്റോക്ക് വെച്ച് നമുക്ക് കിട്ടൂല. വളരെ ലിമിറ്റഡ് ആയിട്ടാണ് ഇങ്ങനത്തെ ഡിസൈൻസ് ഒക്കെ വന്നേക്കുന്നത്. അപ്പം ഒരു ഡിസൈൻസ് കിട്ടിയാൽ നമുക്ക് വേറെ ഡിസൈൻസ് ട്രൈ ചെയ്യാന്നേ ഉള്ളൂ. ആപ്ലിക്സ് ഒക്കെ അങ്ങനെ റീസ്റ്റോക്ക് ഒന്നും അധികം വരില്ല. അപ്പം നല്ല അടിപൊളി കളേഴ്സിലും ആൻഡ് ഹെവി ആപ്ലിക് പാറ്റേണിലാണ് വന്നേക്കുക. ആൻഡ് കംപ്ലീറ്റ്ലി സമ്മർ സ്പെഷ്യലും ആണ്. ഡീറ്റെയിൽസ് നോക്കാം. സോ അപ്പോൾ ഇതിങ്ങനെ വരും. നല്ല ലൈറ്റ് വെയിറ്റ് ആണ്, നല്ല കളർ. അത് ഭയങ്കര ഓവർ കളർ ഷെയ്ഡ്സ് എല്ലാം വന്നേക്കുക. ഇതുണ്ടോ, ഇങ്ങനെയാണ് എൻ്റെ ആപ്ലിക്ക് പോയേക്കുക. പ്രീമിയം ആപ്ലിക് ഡിസൈൻ ആണ് ചെയ്തേക്കുന്നത്. അതായത് ലോട്ടസ് ഫ്ലവറിൻ്റെ ഒരു ബഡ്സ്, അല്ലെങ്കിൽ ലോട്ടസ് അല്ലെന്ന് തോന്നുന്നു, നമ്മുടെ റോസ് ഫ്ലവറിൻ്റെ ബഡ്സ് പോലത്തെ ഒരു പാറ്റേൺ ഒക്കെയാണ് അതിൽ ചെയ്തേക്കുക. പിന്നെ അപ്പർ പോർഷനിൽ സെൽഫ് കളറിൽ ചെറിയ ചെറിയ എംബ്രോയിഡറി മോട്ടീവ്സ് ആണ് കൊടുത്തേക്കുക. അപ്പം ഇങ്ങനെ വരും അതിൻ്റെ ടോപ്പ് വന്നിട്ട്. ഇതിൻ്റെ ആവശ്യമുള്ളൂ. നല്ല കളറാണ്. ദുപ്പട്ടയാണ് എൻ്റെ മെയിൻ ഹൈലൈറ്റ്. ഇതുണ്ടോ, ഹെവി ആപ്ലിക്ക് വന്നിരിക്കുന്നത്. രണ്ട് സൈഡ്സിലും ഹെവി ആയിട്ട് തന്നെ ആപ്ലിക്ക് വന്നിരിക്കുന്ന ദുപ്പട്ടയാണ് വെയർ ചെയ്തേക്കുക. താഴെ ഭാഗത്ത് ടാസൽസ് ഉണ്ട്. ആപ്ലിക്ക് മാത്രമല്ല, പിന്നെ ഫുള്ള് ഇതുണ്ട് സെൽഫ് കളറിൽ എംബ്രോയിഡറി വർക്ക്സും ദുപ്പട്ടയിൽ ഫുള്ള് സ്പ്രെഡ് ചെയ്ത് വരുന്നുണ്ട്. ഇതാണ് ലുക്ക്. സോ അപ്പോൾ കണ്ടില്ല, ഇതൊക്കെ കാണുന്നതിന് അതില്ല, നല്ല ഒത്തിരി ഓവർ ആയിട്ടുള്ള വർക്ക്സ് ഇല്ല, എന്നാൽ നല്ല ക്യൂട്ട് ആൻഡ് ഭയങ്കര പ്രീമിയം ലുക്ക് കിട്ടും. താഴെഭാഗം ആപ്ലിക് മെയിൻ ഹൈലൈറ്റ് എൻ്റെ ദുപ്പട്ടയാണ്. ദുപ്പട്ടയിലാണ് ഹെവി ആയിട്ട് ആപ്ലിക്ക് പോയിരുന്നില്ല. ദുപ്പട്ടയുടെ ബോത്ത് ബോർഡേഴ്സും ഇതുപോലെ തന്നെയാണ്. 2 ലെയേഴ്സ് ആയിട്ട് സ്കാലപ്പ് കൊടുത്ത് അതിൻ്റെ അകവും ആപ്ലിക്ക് പോയേക്കുന്നു. പിന്നെ ബാക്കി പോർഷൻസ് ഫുള്ളും ഇതുണ്ടോ, ഫുൾ ഇതുപോലൊരു ത്രെഡ് വർക്കാണ് ഇതിൽ ഫുള്ളായിട്ട് ചെയ്തേക്കുന്നത്. നല്ല വെറൈറ്റി ലുക്കാണ്. നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെയല്ല. ചിലപ്പം ഷെയ്ഡ്സൊക്കെ ലൈറ്റ് ആയതുകൊണ്ട് കുറച്ചുകൂടെ ഡള്ളായിട്ടൊക്കെ തോന്നും. ഡള്ളല്ല, നല്ല ഷെയ്ഡ്സ് ആണ് ആൻഡ് ഹെവി വർക്കാണ് ചെയ്തേക്കുക. കണ്ടില്ല എന്താ ലുക്കാന്ന് നോക്കിയേ, അടിപൊളി ഷെയ്ഡാണ്. ഇതൊരു ലെമണിഷ് യെല്ലോയുടെ അത് ചെറിയ ഒരു ഗ്രീൻ്റെ ഒരു ഡ്രോപ്പും കൂടെ പോയിട്ടുണ്ട്. അങ്ങനത്തെ പോലത്തെ ഒരു ഷെയ്ഡാണ്. ആ ഒരു ലെമൺ കളർ തന്നെയാണ് വരിക. ഇതാണ് എൻ്റെ ലുക്ക്. താഴെഭാഗം ടാസൽസ് 1980 ഇതിൻ്റെ പ്രൈസ്. സോ അപ്പോൾ അടുത്ത കളറിൻ്റെ ലുക്ക് ഇതുപോലെയാണ് വരിക. അപ്പം ഈ ഒരു പ്രൈസ് വരാനുള്ള റീസൺ ഇതിൻ്റെ ആപ്ലിക് ആണ്. നോർമൽ ആപ്ലിക് അല്ല, മെയിൻ ആയിട്ട് ടോപ്പിൽ മാത്രമല്ല, ദുപ്പട്ടയാണ് ടോപ്പിനേക്കാളും ഇരട്ടിയായിട്ട് വർക്ക്സ് പോയേക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു റേറ്റ്. നോർമൽ മൽച്ചന്തേരി നിങ്ങൾക്ക് അറിയാം, നമ്മൾ പല റേഞ്ചിൽ ഇട്ടിട്ടുണ്ട്. അതെല്ലാം ഫുൾ എംബ്രോയിഡറി ആണ്. അതിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ള വർക്കാണ് ഇതിൽ പോയിരിക്കുന്നത്. ഹെവി ആപ്ലിക്, വളരെ പ്രീമിയം കോൺസെപ്റ്റിലാണ് ഇത് വന്നേക്കുക. ഇതാണ് ലുക്ക്. സോ അപ്പോൾ ലാസ്റ്റ് കളർ ഈ ഒരു ഷെയ്ഡാണ്. ഇതൊക്കെ വളരെ ലിമിറ്റഡ് ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പം വേണ്ടവർ പെട്ടെന്ന് ഓർഡർ പ്ലേസ് ചെയ്തോളൂ. ഇനിയിപ്പം ഇതിൻ്റെ ഒന്നും റീസ്റ്റോക്ക് വരില്ല. വളരെ ലോ ക്വാണ്ടിറ്റിയിലാണ് നമ്മുടെ കയ്യിൽ ഇത് ഉള്ളത്. അപ്പം ഇത്രയും നല്ല കളർ ഷെയ്ഡ്സ് ആണ്. അതിൽ ഓവർ കളറിൻ്റെ ആവശ്യമില്ല. ഇത്രയും ഹെവി ആപ്ലിക്ക് വരുന്നുണ്ട്. ലൈറ്റ് ഷെയ്ഡ്സ്, ഹെവി ആപ്ലിക് ബോർഡേഴ്സ് ആൻഡ് ബാക്കി പോർഷൻസിലും ഫുൾ വർക്കാണ്. വളരെ ലൈറ്റ് വെയ്റ്റ് ഫാബ്രിക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഭയങ്കര ഒരു വെയിറ്റ് തോന്നില്ല. ലൈറ്റ് വെയിറ്റ് ആയിട്ട് കിടക്കും. നമുക്ക് ഹാൻഡിൽ ചെയ്യാനും വളരെ ഈസിയാണ് ഇങ്ങനത്തെ ടൈപ്പ്, അതായത് മൽച്ചന്തേരി ഫാബ്രിക്സുകൾ. ടോപ്പ് ദുപ്പട്ട ഒരേ ഫാബ്രിക്കാണ്. സാൻഡൂൺ സെയിം കളർ ബോട്ടമാണ്. താങ്ക് യു.